ഹായ് കൂട്ടുകാരെ. എനിക്കറിയാം ഈ ബട്ടർഫ്ലൈസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓടി ഓടി വരുക. യെസ് 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 ഞങ്ങളുടെ ബട്ടർഫ്ലൈസിൻ്റെ പുതിയ രൂപവും ഭാവമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കറിയാം 3D ഒക്കെ യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടില്ലേ? അടിപൊളിയല്ലേ? പിന്നെന്തുവാ കിടുക്കാച്ചി കിടുക്കാച്ചി ആയിട്ടില്ലേ ഇപ്പം നമ്മുടെ ബട്ടർഫ്ലൈസൊക്കെ? യെസ്. അന്നേരം നിങ്ങൾ പാട്ടുകൾ പഠിക്കുന്നുണ്ട്, കഥ പഠിക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതിലേറെ സന്തോഷം. മക്കളെ, ജീവിതം ഏറ്റവും സുന്ദരമാണ്. അത് നിറമുള്ളതും മണമുള്ളതും ഗുണമുള്ളതും തേനുള്ളതുമാണ്. ദൈവത്തോട് ചേർത്ത് വെച്ച് കൊണ്ടുപോയാൽ അതിൻ്റെ നിറവും മണവും ഗുണവും തേനും വർദ്ധിക്കും. എന്നാൽ ദൈവമില്ലാതെ യാത്ര ചെയ്താൽ നിറം, മണം, ഗുണം, തേന് മങ്ങിപ്പോകും. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തോട് ചേർത്ത് നിർത്താം. നിങ്ങൾക്കൊക്കെ സ്കൂളിൽ ഗുഡ് കിട്ടുന്ന ഇഷ്ടമില്ലയോ? ഈ ഗുഡിനകത്ത് ഗോഡ് എന്ന പദമുണ്ട്. ഈ ഗുഡിനകത്ത് നിന്ന് ഗോഡൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ സീറോയാ. നമ്മളെല്ലാം ഗുഡാകാൻ ശ്രമിക്കും, പക്ഷേ ഗോഡ് ഇല്ലാതെ പോകുന്നത് കൊണ്ട് സീറോ ആകുന്നു. എന്നാൽ സീറോ ആയിട്ട് ഗോഡിൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ നമുക്ക് ഗുഡായി തീരാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നല്ല ഗുഡ് നല്ല മിടുക്കന്മാരായി യേശുപ്പച്ചൻ്റെ മിടുക്ക കുഞ്ഞുങ്ങളായി തീരാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് ഒന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. ഒന്നായി പാടാം. Hey friends, let us rejoice. ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഓടി വന്നോ? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഓക്കെ കൂട്ടുകാരെ, ഇന്നൊരു പുതിയ ഇംഗ്ലീഷ് പാട്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോവുക. ഹേയ് ഫ്രണ്ട്സ്, let us rejoice. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ ഒന്ന് സന്തോഷിക്കാം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഹാപ്പി എന്ന വാക്കിന് ഓപ്പോസിറ്റ് വേർഡ് ഉണ്ടോ? ഉണ്ടല്ലേ. അൺഹാപ്പി എന്നൊക്കെ, സാഡ് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഞാനൊരു വാക്ക് നിങ്ങൾക്ക് തരാം. റിജോയ്സ് എന്ന വാക്കിന് ഓപ്പോസിറ്റ് വേർഡ് ഉണ്ടോ എന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് എന്നോടൊന്ന് പറയണേ. എന്താണെന്നറിയാമോ? ഈ റിജോയ്സ് വേറെ ആരും തരുന്നതല്ല, ദൈവം തരുന്നതാണ്. കർത്താവിൽ സന്തോഷിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് റിജോയ്സ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ആ സന്തോഷം കിട്ടുന്നവരെ കാണുമ്പോൾ അറിയാം, അവർ പോകുന്നിടത്തെല്ലാം നല്ല സന്തോഷമായിരിക്കും. അവർക്ക് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കാണും, പക്ഷേ അവർ റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും കർത്താവിന് വേണ്ടി, കർത്താവിൽ സന്തോഷിക്കണം എപ്പോഴും എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങൾ റെഡിയാണോ? ആ അർത്ഥം വരുന്ന ഒരു പാട്ടാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഫോളോ ചെയ്യണം. ആരെയാണെന്നറിയോ? യേശു കർത്താവിനെ ഫോളോ ചെയ്യുന്ന കൂട്ടുകാർ എങ്ങും പതറിയൊന്നും പോകത്തില്ല. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. എന്താ കാര്യം എന്നറിയോ? ഫോളോ ചെയ്യുന്നത് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചതായ ദൈവത്തിനെയാണ്. അതുകൊണ്ട് എന്ത് കഷ്ടം വന്നാലും എന്ത് നഷ്ടം വന്നാലും അവരൊക്കെ റിജോയ്സ് ചെയ്യും. ആട്ടെ കൂട്ടുകാരെ, നിങ്ങൾക്ക് റിജോയ്സ് ചെയ്യാൻ ഇഷ്ടമാണോ? സന്തോഷിക്കാൻ ഇഷ്ടമാണോ? കർത്താവിൽ സന്തോഷിക്കാൻ ഇഷ്ടമാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ലെറ്റ് us rejoice in the Lord. ഓക്കെ, ആർ യു റെഡി? ഈ പാട്ട് പഠിക്കാം. ഓക്കെ. Let us rejoice. Hey friends, let us shout with joy and praise Jesus' name. Hey friends, let us rejoice. Hey friends, let us shout with joy and praise Jesus' name. Love, 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 keep on loving. No, 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 keep on knowing. Come, come, come and follow Jesus Christ. Love, 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 keep on loving. No, 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 keep on knowing. Come, come, come and follow Jesus Christ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു കൊച്ചു പാട്ടാ. ഹേ ഫ്രണ്ട്സ്, let us rejoice.
കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന നല്ല കൂട്ടുകാരായി വളർന്നു വരാൻ എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ. നമുക്ക് ഈ കർത്താവിൽ സന്തോഷിക്കുമ്പോൾ മറ്റ് സങ്കടങ്ങളൊന്നും നമ്മെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകത്തില്ല. പ്രിയ കൂട്ടുകാരെ, ഇന്ന് എല്ലായിടത്തും ആരോട് ചോദിച്ചാലും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഡിപ്രഷനാണെന്നാണ് പറയുന്നത്, ടെൻഷനാണെന്നാണ് പറയുന്നത്, സ്ട്രെസ്സാണെന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ സ്ട്രെസ്സ്? കർത്താവ് വെച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും സന്തോഷിപ്പാണ്, എപ്പോഴും ആനന്ദത്തോടിരിക്കാനാണ്. ലോകത്തിൽ കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്. എങ്കിലും ഈ കഷ്ടത്തെയൊക്കെ ജയിച്ച യേശു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആ കർത്താവാണ് പറയുന്നത്, നിങ്ങളെപ്പോഴും സന്തോഷിക്കണം, എന്നിൽ സന്തോഷിക്കണം, ദൈവവചനത്തിൽ സന്തോഷിക്കണം, ദൈവത്തിൻ്റെ പാട്ടുകളിൽ നിങ്ങൾ സന്തോഷിക്കണം. അങ്ങനെ സന്തോഷിക്കുമ്പോഴാണ് നല്ല ക്രിസ്ത്യൻ ലൈഫൊക്കെ നയിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ റിജോയ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പാട്ടൊന്ന് പഠിക്കാം. ഓക്കെ കൂട്ടുകാരെ, ഞാൻ ഓരോ വരി പാടിത്തരാം, ഏറ്റുപാടണേ. Hey friends, let us rejoice. പഠിക്ക്. Hey friends, let us rejoice. Hey friends, let us shout with joy. പഠിക്ക്. Hey friends, let us shout with joy and praise Jesus' name. പഠിക്ക്. And praise Jesus' name. അത്രയും കിട്ടിയോ? ഒരുമിച്ച് എൻ്റെ കൂടെ പാടാമോ? Hey friends, let us rejoice. Hey friends, let us shout with joy and praise Jesus' name. എല്ലാവരും പാടിയോ? ഇനി അടുത്തത് എങ്ങനെ? Love, love, love. Keep on loving. No, no, no. Keep on knowing. Come, come, come. Follow Jesus Christ. ചേർന്ന് പാടാമോ? Love, love, love. Keep on loving, no, no, no. Keep on knowing, come, come, come. And follow Jesus Christ. പിടികിട്ടില്ലയോ? ആരെയാണ് സ്നേഹിക്കേണ്ടത്? ആരെയാണ് അറിയേണ്ടത്? ലോകത്തിലേക്കും ഏറ്റവും വലിയ അറിവ് ഏതാണ്? യേശു കർത്താവിനെ അറിയുന്നതാണ് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ അറിവ്. ആ അറിവ് സമ്പാദിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ പാടാം. Love, love, love. Keep on loving, no, no, no. Keep on knowing, come, come, come. And follow Jesus Christ. എല്ലാവരും പഠിച്ചോ? അവിടെ ഇരുന്ന് പുറകെ ഇരിക്കുന്ന കൂട്ടുകാരൊക്കെ വർത്തമാനം പറയുവാണോ പഠിക്കുവാണോ? ഓക്കെ, നമുക്ക് ചേർന്നൊന്ന് പാടാം. എല്ലാവരും പഠിച്ചോ? ആദ്യം മുതലൊന്ന് പാടി നോക്കിയേ, നമുക്കൊന്ന് നോക്കാം. Hey friends, let us rejoice. Hey friends, let us shout with joy and praise Jesus' name. Love, love, love. Keep on loving. No, no, no. Keep on knowing. Come, come, come. And follow Jesus Christ. ഇത്രയേ ഉള്ളൂ. എല്ലാവരും പഠിച്ചില്ലേ? എല്ലാവരും പാടിയോ? എന്നോടൊപ്പം ചേർന്ന് ഒരുമിച്ച് ഒന്നുകൂടെ പാടാം. ഓൾ സ്റ്റാൻഡ് അപ്പ്. അവിടെ നിന്നുകൊണ്ട് റിജോയ്സ് ചെയ്ത് നമുക്ക് പാടാം. ആർ യു റെഡി? യെസ്. Hey friends, let us rejoice. Hey friends, let us shout with joy and praise Jesus' name. Hey friends, let us rejoice. Hey friends, let us shout with joy and praise Jesus' name. Love, love, love. Keep on loving. No, no, no. Keep on knowing. Come, come, come. And follow Jesus Christ. Love, love, love. Keep on loving. No, no, no. Keep on knowing. Come, come, come. And follow Jesus Christ. അട്ടെ കൂട്ടുകാരെ, ഈ യേശു കർത്താവിനെ ഫോളോ ചെയ്യാൻ നിങ്ങളൊരു തീരുമാനം എടുത്തോ? അങ്ങനെയുള്ള കൂട്ടുകാരെ യേശുപ്പച്ചൻ അനുഗ്രഹിക്കും. അനുഗ്രഹം വേണ്ടെന്ന് പറഞ്ഞാലും യേശുപ്പച്ചനെ ഫോളോ ചെയ്യാൻ തീരുമാനം എടുക്കുന്ന കൂട്ടുകാരെ യേശുപ്പച്ചൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ കർത്താവിൽ നമുക്കൊന്ന് സന്തോഷിക്കാം. കഷ്ടം വന്നോട്ടെ, നഷ്ടം വന്നോട്ടെ, കർത്താവിന് വേണ്ടി നന്നായിട്ട് സന്തോഷിച്ച് ഈ ലോകത്തിൽ ചിരി പടർത്തുന്ന നല്ല കൂട്ടുകാരായി തീരുവാൻ എല്ലാ കൂട്ടുകാരെയും യേശുപ്പച്ചൻ ഇടയാക്കട്ടെ. ബൈ.
ഹലോ, എത്ര പേർക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്? ആർക്കും ഇല്ലയോ? ആർക്കും ഇല്ലയോ? അതുകൊണ്ട് ക്ലാറ പറയുന്നു, എനിക്ക് 5 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. പേര് പറയാമോ ഈ 5 ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ? ബെറ്റ്സി, ഹന്ന, പിന്നെ ആരാ? ബിൻസി, ജെമി, സൂസൻ. ബോയ്സ് ഉണ്ടോ? ഇല്ല. 5 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ഇല്ലയോ? ഈ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് എല്ലാം തുറന്നു പറയുമോ? നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യണം, ദൈവം ചെയ്ത് നന്മകളെ ഷെയർ ചെയ്യണം. ഇന്നലെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം നല്ല രുചിയായിരുന്നു, മമ്മി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയെന്ന് ഷെയർ ചെയ്യണം. കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഷെയർ ചെയ്യണം. ചെയ്യാറുണ്ടോ? കുടുംബ പ്രാർത്ഥന ഉണ്ടോ? നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പ്രൈവറ്റ് ഡിവോഷൻ ആവശ്യം. അങ്ങനെയെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായി തീരണം. കൂട്ടുകാരെ ഓർത്ത് എന്നും പ്രാർത്ഥിക്കണം. നല്ല ഫ്രണ്ട്സ് ഉണ്ടാകണം. നമ്മുടെ വേദനകളുടെ സമയത്ത് നമ്മളെ സഹായിക്കുന്നവരാണ് നല്ല സുഹൃത്തുക്കൾ, നല്ല സ്നേഹിതർ. നിങ്ങളും ആ വിധത്തിൽ നല്ല സ്നേഹിതരായി തീരാൻ ദൈവം ഇടയാക്കട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കഥ കേൾക്കുന്ന ഇഷ്ടമല്ലേ? നമുക്കൊരു കഥ കേൾക്കാം. ആരെക്കുറിച്ചാണ് ഇന്നുള്ള കഥ? ആർക്കെങ്കിലും പറയാമോ? ഒരു ചെറിയ മനുഷ്യനെക്കുറിച്ചാണ്. യേശു അപ്പച്ചനെ കാണുവാൻ ആഗ്രഹിച്ച ഒരു കുഞ്ഞു മനുഷ്യൻ, കുഞ്ഞു ഹൃദയമുള്ള കുഞ്ഞു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പേരെന്തുവാന്ന് മനസ്സിലായി കാണുമല്ലോ. ആരാണ്? സക്കായി. അതെ, കുള്ളൻ സക്കായിയെക്കുറിച്ചായി ഇന്ന് നമ്മൾ പറയുന്നത്. സക്കായി എവിടുത്തുകാരനാണെന്നറിയാമോ? അങ്ങ് ദൂരെ ഒരു ദേശത്ത് ജീവിച്ചിരുന്ന ഒരു സാധുവായ ഒരു കുഞ്ഞു മനുഷ്യനായിരുന്നു. ആര്? സക്കായി. എന്നാൽ സക്കായിക്കൊരു ജോലി ഉണ്ടായിരുന്നു. എന്താ സക്കായിയുടെ ജോലി എന്നറിയാമോ? ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു, ചുങ്കം പിരിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ആ നാട്ടിലെ ആർക്കും ആരെ ഇഷ്ടമല്ല? സക്കായി ഇഷ്ടമല്ല. കാരണം സക്കായി എന്തു ചെയ്യും? അധികമായി ജനങ്ങളിൽ നിന്ന് ചുങ്കം പിരിക്കും. ചുങ്കം പിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? കാശ് പിടിച്ചു പറിക്കുക, കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടാക്സ് അവരിൽ നിന്ന് ഈടാക്കുക. ടാക്സ് അടയ്ക്കുന്നവരില്ലേ നമ്മൾ? അതുപോലെ ജനങ്ങളിൽ നിന്ന് അധികമായ ടാക്സ് കളക്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ആര്? സക്കായി. അതുകൊണ്ട് ആർക്കും ആരെ ഇഷ്ടമല്ല? സക്കായി ഇഷ്ടമല്ല. സക്കായിയെ കണ്ടു കഴിഞ്ഞാൽ അവർ കളിയാക്കും. അതുകൊണ്ട് സക്കായി ഈ ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിച്ചു. ജനങ്ങളെ അവൻ വെറുത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം സക്കായി ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ സക്കായി കേട്ടു യേശു അപ്പച്ചൻ വരുന്നു. വളരെ നാളുകളായിട്ടുള്ള ആഗ്രഹമാണ്. എന്ത്? സക്കായിയുടെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ഈ യേശു അപ്പച്ചനെ ഒന്ന് കാണണമെന്നുള്ളതാണ്. യേശു അപ്പച്ചൻ എങ്ങനെയുള്ള ആളാണ്? എന്തുകൊണ്ടാണ് ഈ ജനങ്ങളെല്ലാം യേശു അപ്പച്ചൻ്റെ പുറകിന് പോകുന്നത്? സക്കായി അതുകൊണ്ട് വിചാരിച്ചു, യേശു അപ്പച്ചനെ എങ്ങനെങ്കിലും എനിക്കൊന്ന് കാണണം. അങ്ങനെ വളരെ ആഗ്രഹത്തോടെ യേശു അപ്പച്ചൻ അവൻ്റെ ഗ്രാമത്തിൽ വരുന്നെന്നറിഞ്ഞപ്പോൾ സക്കായി എന്തു ചെയ്തു? ഓടി യേശു അപ്പച്ചനെ കാണാനായിട്ട് പോയി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവൻ ആരാണ്? കുള്ളനാണ്, നീളമില്ലാത്ത കുഞ്ഞു മനുഷ്യനാണ്. അവൻ ചെന്നപ്പോൾ ജനങ്ങളെല്ലാം തിക്കിത്തിരക്കുമ്പോൾ അവൻ യേശു അപ്പച്ചനെ കാണത്തില്ല. ജനങ്ങളെല്ലാം നിൽക്കുക. അവസാനം അവൻ നോക്കിയപ്പോൾ അതാ അങ്ങ് ദൂരെ എന്ത്? ഒരു കാട്ടത്തിമരം. അവൻ വിചാരിച്ചു, അത് കൊള്ളാം, ഈ മരത്തെ കയറിയിരുന്നാൽ എനിക്ക് യേശു അപ്പച്ചനെ കാണാം, യേശു അപ്പച്ചന് എന്നെ കാണാൻ പറ്റത്തില്ല. അത് നല്ലൊരു ഐഡിയ. അങ്ങനെ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവനോടി കിതച്ച് ഈ മരത്തിൽ വലിഞ്ഞ് വലിഞ്ഞ് കയറി. മരത്തിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ പമ്മിയിരുന്നു. ഇലകൾക്കടിയിൽ
കാരണം അവനൊരു ആഗ്രഹമുണ്ട്, അവൻ മാത്രം ആരെ കണ്ടാൽ മതി? യേശുപ്പച്ചനെ കണ്ടാൽ മതി. യേശുപ്പച്ചൻ അവനെ കാണണ്ട. അങ്ങനെ അവൻ അവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് യേശുപ്പച്ചൻ അതുവഴി ഇങ്ങനെ നടന്നു വരുന്നു. ദൂരേന്ന് കണ്ടവൻ, എത്ര വലിയ തേജസ്സാ, എന്തു മനോഹരമായ യേശുപ്പച്ചനെ കാണാൻ. അവനിങ്ങനെ കണ്ട് ആസ്വദിച്ചിരുന്നപ്പോൾ യേശുപ്പച്ചൻ അവനിരുന്ന മരത്തിനടിയിൽ വന്നു. അടിയിൽ വന്നിട്ട് നിന്നപ്പോൾ സക്കായി വിചാരിച്ചോ, പോകുന്നില്ലേ, ഇതിനടിയിൽ വന്ന് നിന്നല്ലോ. എന്നിട്ട് യേശുപ്പച്ചൻ എന്ത് ചെയ്തെന്നറിയാമോ? നേരെ മുകളിലേക്ക് നോക്കിയിട്ട് ആരാ മുകളിലിരിക്കുന്നത്? സക്കായി. യേശുപ്പച്ചൻ പറഞ്ഞു, സക്കായി ഇറങ്ങി വാടാ ഇവിടെ. നീ എന്തിനാ മണ്ടയ്ക്കിരിക്കുന്നത്? ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിലാ താമസിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ഞാൻ നിന്നോടുകൂടിയാ പാർക്കുവാനായിട്ട് പോകുന്നത്. സക്കായി അതിശയിച്ചു പോയോ, ഞാൻ യേശുപ്പച്ചൻ കാണരുതെന്ന് വിചാരിച്ച് പാത്തിരുന്നതാ. യേശുപ്പച്ചൻ എന്നെ കാണുക മാത്രമല്ല, യേശുപ്പച്ചൻ പറയുക, ഇന്ന് എൻ്റെ വീട്ടിലാ താമസിക്കുന്നതെന്ന്. എത്ര വലിയ സന്തോഷമാണ്. ഇപ്പം നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? യേശുപ്പച്ചനെയും കൊണ്ട് വീട്ടിലേക്ക് പോകും. അതുപോലെ സക്കായി എന്ത് ചെയ്തു? പെട്ടെന്ന് ഇറങ്ങി വന്ന് യേശുപ്പച്ചനെയും കൂട്ടി സക്കായി വീട്ടിലേക്ക് പോയി. അപ്പം ജനങ്ങൾ എന്തോ പറഞ്ഞു? അവൻ പോകുന്നു ആർക്കും ഇഷ്ടമല്ലാത്ത ഒരുത്തൻ്റെ കൂടെ. എന്നാൽ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. യേശുപ്പച്ചൻ സക്കായിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സക്കായി യേശുപ്പച്ചനോട് കരഞ്ഞു പറഞ്ഞു, യേശുപ്പച്ചാ, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു, ജനങ്ങൾക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി. ഇനി മുതൽ ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം, ജനങ്ങൾക്ക് നന്മ ചെയ്തു കൊള്ളാം, ജനങ്ങളെ സഹായിച്ചു കൊള്ളാമെന്ന് ആരോട് പറഞ്ഞു? ഈ സക്കായി യേശുപ്പച്ചനോട് പറഞ്ഞു. കണ്ടോ, യേശുപ്പച്ചൻ അവൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് ആർക്കാ ഗുണമുണ്ടായത്? ആ ദേശത്തിനും അവൻ്റെ അയൽക്കാർക്കും മറ്റ് ജനങ്ങൾക്കുമെല്ലാം അതൊരു ഗുണമായി തീർന്നു. നമ്മുടെ ജീവിതാനുഭവങ്ങളിലും ഈ യേശുപ്പച്ചൻ നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവനാണ്. നമ്മളെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ എന്തോ ചെയ്യണം? യേശുപ്പച്ചന് കടന്നു വരുവാൻ തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഭവനത്തെയും ഒരുക്കി കൊടുക്കുവാൻ നമ്മളെക്കൊണ്ട് സാധ്യമായി തീരേണ്ടത് ആവശ്യമാണ്. ഈ സക്കായി പറഞ്ഞതുപോലെ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുവാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് ക്രമീകരിക്കാം. അതിന് കൂട്ടുകാരെ, ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങൾ യേശുപ്പച്ചനോട് അതുപോലെ ജീവിക്കുമോ? യേശുപ്പച്ചനെ കാണാൻ ആഗ്രഹിക്കുമോ? യേശുപ്പച്ചനോട് കൂടെ സന്തോഷിക്കുമോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതവും അനുഗ്രഹമായി തീരും. അങ്ങനെയെങ്കിൽ ശരി, നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബായ്. എനിക്കൊരു വലിയൊരു കൂട്ടുകാരനുണ്ട്. നീളം കുറവാണ്. പക്ഷെങ്കിൽ ആ കൂട്ടുകാരൻ എന്നോട് പറയുന്നത് ആരുടെ മുമ്പിൽ തോക്കാത്ത പൊക്കമുള്ള ഒരു മനസ്സുള്ളവനാണ്. ആരാണെന്നറിയാമോ? ഗിന്നിസ് പക്രു. ഇന്ന് കഥയിൽ കേട്ടത് സക്കായിയുടെ കാര്യമാണ്. സക്കായും അവൻ്റെ ശരീര വളർച്ചയിൽ അവന് ഹൈറ്റ് ഇല്ല, പക്ഷെങ്കിൽ ഒരു ആഗ്രഹമുണ്ട്, യേശുവിനെ കാണണം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ജോബിൻ, റോബിൻ, ജോനഥൻ, ജോഷുവ, ജാസ്ലിൻ, ജെസിക്ക, എത്ര പേർക്ക് യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്? ഇവിടെ സക്കായിക്ക് യേശുവിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അവൻ മരത്തിൻ്റെ മുകളിൽ കയറി. പക്ഷെ അവിടെ പറയുന്നുണ്ട്, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. അവൻ്റെ ജീവിതത്തിൽ കളയേണ്ടതിനെ കളഞ്ഞപ്പോൾ ഒരു ബന്ധപ്പാടുണ്ടായിരുന്നു. അവൻ ഇറങ്ങി വന്നു. അന്നേരം ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിനെ കാണും മുമ്പേ സക്കായി ഒരു വ്യത്യസ്തൻ. എന്നാൽ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവനെല്ലാം മാറ്റിവെച്ച് ക്രിസ്തുവിലായി തീർന്നു. ക്രിസ്തു അവൻ്റെ ഭവനത്തിൽ പാർക്കുന്നു, അത്താഴം കഴിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ കളയേണ്ടതിനെ എല്ലാം കളയാം, ക്രിസ്തുവിനെ സ്വീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം.
Lord has made. We will rejoice. We will rejoice and be glad in it, and be glad in it. This is the day that the Lord has made. We will rejoice. Friends, hi. This is the day. This is the day. ആ ഗാനം വളരെ പ്രശസ്തമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഇവനും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഈ പാട്ട്. ഫ്രണ്ട്സ്, അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം സൺഡേ. ഓ, ഇവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം സൺഡേ. അതിന് കാരണം എന്തായിരിക്കും? കിടന്നുറങ്ങാൻ പറ്റും. ഓ, കിടന്നുറങ്ങാൻ പറ്റുന്ന ദിവസമാണ്. കിടന്നുറങ്ങാനുള്ള ദിവസമാണോ സൺഡേ? പിന്നെ ടി വി കാണണം. പിന്നെ പിന്നെ ചില്ലടിക്കാൻ പോകണം. ഓ, ചില്ലടിക്കുക. എവിടെ പോകണം? പാർക്കിൽ. ഓക്കെ, പാർക്കിൽ പോകുന്ന ദിവസമാണ്. ഫ്രണ്ട്സ്, അതിനുള്ള ദിവസമാണോ സൺഡേ? ആണോ ആണോ ആണോ? ഞാൻ പറയും അല്ല അല്ല അല്ല, അതിനേക്കാട്ടിലും പ്രയോറിറ്റി വേറെ ചില കാര്യത്തിനാകണം. അതെന്തിനാ? അത് ഞാൻ പറയാം അതെന്തിനാണെന്ന്. സൺഡേ എന്ന് പറയുന്നത് വളരെ പ്രയോറിറ്റി ഉള്ള ദിവസമാണ്. ഇറ്റ്സ് എ ഹോളി ഡേ, വിശുദ്ധ ദിവസമാണ്. അതെന്നാ? 7-ാം ദിവസം യേശു കർത്താവ് റെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ റെസ്റ്റ് ചെയ്തു ഈ മനോഹരമായ ഭൂമിയെ സൃഷ്ടിച്ചപ്പം. അതൊക്കെ എനിക്കറിയാം. അത് സൺഡേ ആയിട്ട് എന്താ ഫസ്റ്റ് ഡേ അല്ലേ സൺഡേ? ഓക്കെ, ഫസ്റ്റ് ഡേ ആണ് സൺഡേ അല്ലേ? എന്നാൽ ഞാൻ പറയാം, ഏറ്റവും വിശുദ്ധിയുള്ള ദിവസമാണ് സൺഡേ. കൂടാതെ ലോർഡ്സ് ഡേ ആണ്, ദൈവം തമ്പുരാൻ വേർതിരിക്കപ്പെട്ട ദിവസമാണ്. ആ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനുമാണ്. നീ സൺഡേ സ്കൂളിന് പോകാറുണ്ടോ? പിന്നെ ഞാൻ സൺഡേ സ്കൂളിന് പോകും. എന്നിട്ട് ജ്യൂസും പപ്സും കഴിച്ചിട്ട് തിരിച്ചു പോരും. ജ്യൂസും പപ്സും കഴിച്ചിട്ട് തിരിച്ചു പോരും. അതാണോ നീ സൺഡേ സ്കൂളിന് പോയോ ചെയ്യുന്നത്? പിന്നെ എന്നാ ചെയ്യണം? ദൈവത്തിൻ്റെ വചനം പഠിക്കണം. അത് കഴിഞ്ഞ് ആരാധനയ്ക്ക് പോകണം. വിശുദ്ധ ആരാധനയെ പങ്കുചേരണം. ദൈവത്തെ ആരാധിപ്പാനും സ്തുതിക്കുവാനും ഉള്ള സ്പെഷ്യൽ ഡേ ആണ് സൺഡേ. പല കൂട്ടുകാരും ഇന്ന് സൺഡേയുടെ പ്രയോറിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? സൺഡേ ഈസ് എ ചിൽ ഡേ. ഓ, സൺഡേ അങ്ങനെ പറയരുത്. ചിൽ ചെയ്യാനുള്ള ദിവസമല്ല. സൺഡേ ഈസ് നോട്ട് എ ഫൺ ഡേ. മോർ ദാൻ ദാറ്റ്, സൺഡേ ഈസ് എ ലോർഡ്സ് ഡേ. ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ, എല്ലാ ദിവസവും ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കണം. എന്നാൽ ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും നമുക്ക് കിട്ടുന്ന ഏറ്റവും മനോഹരമായ ദിവസമാണ് സൺഡേ. അതുകൊണ്ട് ആ ദിവസത്തെ നശിപ്പിക്കരുത് കൂട്ടുകാരെ. ആ ദിവസത്തെ ഏറ്റവും പ്രയോജനപ്പെടുത്താൻ നമുക്ക് ദൈവത്തോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ, ഇത് കേട്ടോ, സൺഡേ ഈസ് ദ ലോർഡ്സ് ഡേ. ഇന്ന് എത്ര പേര് രാവിലെ പള്ളിയിൽ പോയി? ഇന്ന് എത്ര പേര് സൺഡേ സ്കൂളിൽ പോയോ? ഇല്ല, ഉറങ്ങുമായിരുന്നു. അയ്യോ, സൺഡേ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദിവസമാണ്. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ദിവസമാണ്. എന്നാൽ ഞായറാഴ്ച ഒരു പ്രത്യേകമായി വേർതിരിക്കപ്പെട്ട ഒരു ദിവസം. നമ്മളെല്ലാവരും ഒരുമിച്ച് ദേവാലയത്തിൽ പോകുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു. സാക്ഷ്യത്തിനായി ഒരുക്കുന്ന ഒരു ദിവസം. അങ്ങനെയെങ്കിൽ പള്ളിയിൽ പോകാതിരിക്കല്ലേ, ആരാധിക്കാതിരിക്കല്ലേ, ബൈബിൾ വായിക്കാതിരിക്കല്ലേ, പ്രാർത്ഥിക്കാതിരിക്കല്ലേ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ആരാധിക്കണം, എല്ലാ ദിവസവും വചനം വായിക്കണം. അങ്ങനെ വചനത്തിൽ ലയിച്ച് ജീവിക്കാൻ ഇടയാക്കട്ടെ. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പാടാം, നേടാം. കുഞ്ഞു കാകൾ തുള്ളി തുള്ളി പിമ്പേ പോകാം. കുഞ്ഞു കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം. കുഞ്ഞു കാകൾ തുള്ളി തുള്ളി യേശുവെ പിമ്പേ പോകാം. പേടിയിട്ടും വേണ്ട കൂടെ യേശുണ്ട്, പേടിയിട്ടും വേണ്ട കൂടെ യേശുണ്ട്. തേടിത്തെ പാടി പാടി യേശുവെ പിമ്പേ പോകാം. തേടിത്തെ പാടി പാടി യേശുവെ പിമ്പേ
ഈ പാടാൻ നേടാം പ്രോഗ്രാമിൽ എൻ്റെ കൊച്ചു ചിത്രശലഭങ്ങൾക്ക് പങ്കെടുക്കാം. എങ്ങനെയാണെന്നറിയാമോ? ഈ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾ മൊബൈൽ ഈ വിധത്തിൽ പിടിച്ച് 2 മിനിറ്റിൽ കുറയാതെ പാട്ടുപാടി റെക്കോർഡ് ചെയ്ത് ഞാൻ അയച്ചു തരാമെങ്കിൽ വരുന്ന ആഴ്ച ജോഷുവ, ജോനഥൻ, ജോബിൻ ആരെങ്കിലും പാട്ട് ഇവിടെ നമുക്ക് കേൾക്കാം, നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ ബൈ.